കേന്ദ്ര ബി.ജെ.പി. സർക്കാരിനെ വീണ്ടും ഉലച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന് ശേഷം അടുത്ത പ്രമുഖ വിക്കറ്റും വീഴാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ വികസന നായകനായിട്ട് ബി.ജെ.പി. ഉയർത്തിക്കാട്ടാറുള്ള നിതിൻ ഗഡ്കരിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമാണ് നിലവിൽ ഉരുണ്ടുകൂടുന്നത്. കേന്ദ്രഭരണത്തിന്റെ ഉള്ളറകളിൽ അത്രമേൽ ജീർണതയും ഭിന്നതകളുമാണ് പുകഞ്ഞു കത്തുന്നത്. സ്വന്തം സർക്കാർ നടപ്പിലാക്കിയ കോടികളുടെ എഥനോൾ നയത്തിൽ നിന്നും അതിന് പിന്നിലെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും AI ഡീഫേക്കുകളിലൂടെയും തനിക്കെതിരെ ദുഷ്പ്രചരണം നടക്കുന്നുവെന്ന് കാണിച്ച ഗഡ്കരി ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഗൂഗിൾ, എക്സ്, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ ഭീമന്മാർക്കെതിരെ സിവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനാണ് അദ്ദേഹം കോടതിയുടെ അനുമതി തേടിയത്. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം അതല്ല. കേന്ദ്ര സർക്കാരിന്റെ E20 നയത്തിന്റെ മറവിൽ ഗഡ്കരിയും കുടുംബവും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ഈ കേസുകളെന്ന് നമുക്കറിയാം. ഉയർന്നു വന്ന ആരോപണങ്ങൾ കനക്കുമ്പോൾ ഇനി കസേരയിൽ തുടരുവാൻ ഗഡ്കരിക്ക് ധാർമ്മികമായിട്ട് അവകാശമില്ല. രാജി അനിവാര്യം തന്നെയാണ്. നമുക്ക് എന്താണ് E20 നയം എന്ന് ചോദിച്ചാൽ, പെട്രോളിൽ 20% എഥനോൾ കൂട്ടിക്കലർത്തി വിൽപ്പന നടത്തുന്ന കേന്ദ്ര പദ്ധതിയാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഇന്ധന ലാഭത്തിന്റെയും പെരുമ്പറ കൊട്ടി നടപ്പിലാക്കിയ ഈ പദ്ധതി യഥാർത്ഥത്തിൽ വൻകിട കോർപ്പറേറ്റുകൾക്കും കാർഷിക വ്യവസായ പ്രമുഖർക്കും അനധികൃതമായിട്ട് ശതകോടികൾ കൊയ്യുവാനുള്ള കളമൊരുക്കലായിരുന്നു എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബി.ജെ.പി. സർക്കാരിന്റെ പരസ്യമായ ഇരട്ടത്താപ്പും നയപരമായ പാപ്പരത്വവും പുറത്തു വരുന്നത്. എഥനോൾ ബ്ലെൻഡിംഗ് നയം കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ ഭരിച്ച വകുപ്പ്. എന്നാൽ റോഡ് ഗതാഗത മന്ത്രിയായ തനിക്ക് ഈ നയത്തിലോ ഇതിന്റെ ലാഭത്തിലോ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം സർക്കാരിന്റെ തന്നെ പ്രഖ്യാപിത നയത്തെ തള്ളിപ്പറഞ്ഞ് കൈകൊള്ളുവാനാണ് ഗഡ്കരി നോക്കുന്നത്. എന്നാൽ സ്വന്തം സർക്കാരിന്റെ അഴിമതിയിൽ നിന്നും നയപരാജയത്തിൽ നിന്നും ഒളിച്ചോടുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. രാജിവെക്കുകയല്ലാതെ വേറെ വഴിയുമില്ല. ഡിജിറ്റൽ ഇന്ത്യ എന്നും AI വിപ്ലവം എന്നും തള്ളിമറിച്ചവർ തന്നെ ഇന്ന് അതേ സാങ്കേതിക വിദ്യയിലൂടെ സ്വന്തം മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ പകച്ചു നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന് ശേഷം ഗഡ്കരിയെ കേന്ദ്രീകരിച്ച് ഉയരുന്ന ഈ കടുത്ത ആഞ്ഞടികൾ ബി.ജെ.പിക്കുള്ളിലെ രൂക്ഷമായ അധികാര വടംവലിയുടെയും ഉൾപോരുകളുടെയും പരസ്യമായ തെളിവ് കൂടിയാകുന്നു. വികസനത്തിന്റെ തിളങ്ങുന്ന പരസ്യങ്ങൾക്ക് പിന്നിൽ വൻകിട സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കോടതികളെ കൂട്ടുപിടിച്ച് ജനശ്രദ്ധ തിരിക്കാൻ നോക്കുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ തന്ത്രം ഇനി ഫലിക്കില്ല. മന്ത്രിമാർക്ക് പോലും പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് കേന്ദ്രഭരണം എത്തി നിൽക്കുമ്പോൾ ഗഡ്കരിയുടെ രാജി അനിവാര്യമായി കഴിഞ്ഞു. പിന്നെ ഗഡ്കരിയുടെ രാജിയുടെ കാര്യമായതുകൊണ്ട് തന്നെ മോദിക്ക് വലിയ താല്പര്യവും ഉണ്ടാകും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പോസ്റ്റർ വെക്കാതെ സ്വന്തം നിലയിൽ ജയിച്ചു വന്ന ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭയിൽ മോദിയേക്കാൾ സ്വീകാര്യനായ ഒരാളാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ട് അത്ര വലിയ ബലം പിടുത്തമോ ഹായ് ഫ്രണ്ട്സ് എന്ന രാത്രിയുള്ള വീഡിയോകളോ ഇക്കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. സ്വന്തം സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ നയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാൻ കഴിയാതെ ആരോപണങ്ങളിൽ നിന്നും ഓടിയൊളിക്കാൻ നോക്കുന്ന നിതിൻ ഗഡ്കരിക്ക് ഇനി രാജിവെച്ച് പുറത്തു പോവുക മാത്രമാണ് ഏകവഴി. CJP നടത്തിയ പോലെ ഒരു പ്രക്ഷോഭം E.J.P.യും നടത്തിയാൽ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ ഗഡ്കരിയെ കൊണ്ടുമാകില്ല. കാരണം E20ക്കെതിരെ തുടങ്ങിയ E.J.P. എന്ന സംഘടനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, CJPയുടെ തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു.